ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മൂന്നാമത്തെ സെഷനായ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ സ്മോൾ പൗൾട്രി ഫാർമർ ആണ് നോക്കാൻ പോകുന്നത്. വാട്ട് ഡസ് ദ ടേം പൗൾട്രി ഇൻഡിക്കേറ്റ്സ്? പൗൾട്രി എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സാധാരണ നമ്മൾ പൗൾട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കോഴിയായിരിക്കും. എന്നാൽ നിർവചനം അനുസരിച്ച് അല്ലെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് poultry refers to all domesticated species of birds reared for egg, meat, feathers, and ornamental purpose, which include chicken, duck, turkey, quail, goose, guinea fowl, swans, emu, pigeons, ostrich, game birds, etc., whether they are alive or not. അതായത് പൗൾട്രി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുട്ടയ്ക്കോ ഇറച്ചിക്കോ തൂവലിനോ അലങ്കാര ആവശ്യങ്ങൾക്കോ ഇണക്കി വളർത്തുന്ന എല്ലാ സ്പീഷീസ് പക്ഷികളെയും പൗൾട്രി എന്ന് സൂചിപ്പിക്കുന്നു. അത് ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും പൗൾട്രി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിൽ വരുന്ന പക്ഷികളാണ് കോഴി, താറാവ്, ടർക്കി, കാട, ഗൂസ്, ഗിനിക്കോഴി, അരയന്ന, എമ്മു, പ്രാവുകൾ, ഓസ്ട്രിച്ച്, ഗെയിം ബേർഡ്സ്. ഗെയിം ബേർഡ്സ് എന്താണ്? വിനോദത്തിന് വേട്ടയാടി പിടിക്കാൻ വേണ്ടി വളർത്തുന്ന ഗെയിം ബേർഡ് ഫാമിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം പൗൾട്രി എന്ന ടേമിലാണ് വരുന്നത്. കോമൺ ടേംസ് യൂസ്ഡ് ഇൻ പൗൾട്രി. സാധാരണയായി നമ്മൾ പൗൾട്രിയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. ആദ്യം കോഴിയുടെ ടേംസ് നോക്കാം. ചിക്കൻ. യങ് വൺ ഓഫ് എ ചിക്കൻ ഈസ് കോൾഡ് ചിക്ക്. അഡൾട്ട് മെയിൽ ചിക്കൻ ഈസ് കോൾഡ് കോക്ക്. അഡൾട്ട് ഫീമെയിൽ ചിക്കൻ ഈസ് കോൾഡ് hen. Sound produced by chicken is called crowing. ആദ്യം പറയുന്ന സ്പീഷീസ് ചിക്കൻ ആണ്. കോഴികളുടെ കുഞ്ഞിനെ ചിക്ക് എന്ന് പറയുന്നു. 6 മാസമൊക്കെ പ്രായമായ ആൺകോഴിയെ കോക്കെന്നും പെൺകോഴിയെ പിടക്കോഴിയെ നമ്മൾ ഹെൻ എന്നും പറയുന്നു. കോഴികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്, ഉണ്ടാക്കുന്ന സൗണ്ടിനെ, പുറപ്പെടുവിക്കുന്ന സൗണ്ടിനെ ക്രോയിങ് എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്പീഷീസ് ഡക്ക്. യങ് വൺ ഓഫ് എ ഡക്ക് ഈസ് കോൾഡ് ഡക്ലിംഗ്. അഡൾട്ട് മെയിൽ ഡക്ക് ഈസ് കോൾഡ് ഡ്രേക്ക്. അഡൾട്ട് ഫീമെയിൽ ഡക്ക് ഈസ് കോൾഡ് ഡക്ക്. സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഡക്ക് ഈസ് കോൾഡ് ക്വാക്കിംഗ്. രണ്ടാമത്തെ സ്പീഷീസ് താറാവ്. താറാവിൻ്റെ കുഞ്ഞിനെ നമ്മൾ ഡക്ലിംഗ് എന്നും അഡൾട്ട് മെയിലിന് ഡ്രേക്ക് എന്നും അഡൾട്ട് ഫീമെയിലിന് ഡക്ക് എന്നും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് ക്വാക്കിംഗ് എന്നും പറയുന്നു. ആൺ താറാവിന് വാലിൽ വളഞ്ഞ ഒരു ഫെദേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ ഡ്രേക്ക് ഫെദർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആൺ താറാവിനെ നമ്മൾ ഡ്രേക്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ് സ്പീഷീസ് ടർക്കി. യങ് വൺ ഓഫ് എ ടർക്കി ഈസ് കോൾഡ് പോൾട്ട്. അഡൾട്ട് മെയിൽ ഈസ് കോൾഡ് ടോം. അഡൾട്ട് ഫീമെയിൽ ഈസ് കോൾഡ് hen. സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ടർക്കി ഈസ് ഗാബിൾ. അടുത്ത സ്പീഷീസ് ടർക്കി. ടർക്കിയുടെ കുഞ്ഞുങ്ങളെ പോൾട്ട് എന്നും അഡൾട്ട് മെയിലിനെ ടോം എന്നും അഡൾട്ട് ഫീമെയിലിനെ hen എന്നും അവ പുറപ്പെടുവിക്കുന്ന സൗണ്ടിനെ ഗാബിൾ എന്നും പറയുന്നു. നെക്സ്റ്റ് സ്പീഷീസ് ക്വയിൽ. യങ് വൺ ഓഫ് എ ക്വയിൽ ഈസ് കോൾഡ് ചിക്ക്. അഡൾട്ട് മെയിൽ ക്വയിൽ ഈസ് കോൾഡ് കോക്ക്. അഡൾട്ട് ഫീമെയിൽ ക്വയിൽ ഈസ് hen. ഇപ്പോൾ അടുത്ത സ്പീഷീസ് ക്വയിലാണ്. കാട. അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിക്കെന്ന് തന്നെയാണ് പറയുന്നത്. അഡൾട്ട് മെയിലിനെ കോക്കെന്നും അഡൾട്ട് ഫീമെയിലിനെ hen എന്നും തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം, നിർവചനങ്ങൾ നോക്കാം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ബ്രോയിലർ. എന്താണ് ബ്രോയിലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാ പക്ഷികളെയും ബ്രോയിലർ എന്ന് പറയാറില്ല. ബ്രോയിലർ എന്ന് പറയണമെങ്കിൽ broiler is a young chicken, usually 6 to 8 weeks of age, of either sex, with tender meat,
soft, pliable, smooth skin and flexible breastbone cartilage. 6 മുതൽ 8 ആഴ്ച പ്രായമുള്ള പൂവൻ കോഴിയോ പിടക്കോഴിയോ ആവാം. ഇളം ഇറച്ചിയുള്ള സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ആയിരിക്കണം. ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് ആണ്. എന്താണ് ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? നെഞ്ചിൻ്റെ വശത്തുള്ള എല്ല്, നിങ്ങൾ ബ്രോയിലറിൻ്റെത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് നല്ല മാംസളമായ മസിൽസിൻ്റെ അടിവശത്ത് വളയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ബോൺ കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് എന്ന് പറയുന്നത്. തരുണാസ്ഥി പോലുള്ള ഒരു ബോൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബ്രോയിലർ എന്ന് പറയണമെങ്കിൽ യങ് ചിക്കൻ usually 6 to 8 weeks of age of either sex with tender meat, soft, pliable, smooth skin and flexible breastbone cartilage ആയിരിക്കണം. നെക്സ്റ്റ് ഡെഫിനിഷൻ, റോസ്റ്റർ. എന്താണ് റോസ്റ്റർ? എ ബ്രോയിലർ ഗ്രോൺ അപ് ടു ദ ഏജ് ഓഫ് 9 to 11 weeks to a body weight of 2.5 to 3 kilogram. റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രോയിലറാണ്, പക്ഷേ 6 മുതൽ 8 ആഴ്ച വരെയുള്ള പ്രായമുള്ളതിനാണ് നമ്മൾ ബ്രോയിലർ എന്ന് പറയുന്നത്. 9 മുതൽ 11 ആഴ്ച പ്രായമുള്ള 2.5 മുതൽ 3 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ആൺകോഴിയോ പിടക്കോഴിയോ ആണ് നമ്മൾ റോസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ചിക്ക്. യങ് വൺ ഓഫ് എ ചിക്കൻ ഓഫ് ഐദർ സെക്സ് ഫ്രം 0 to 8 weeks of age. കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ അന്ന് മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ചിക്ക് എന്ന് പറയുന്നത്. കാപ്പോൺ, സർജിക്കലി കാസ്ട്രേറ്റഡ് മെയിൽ ലെസ് ദാൻ 10 months of age. 10 മാസത്തിൽ താഴെ പ്രായമുള്ള ശസ്ത്രക്രിയയിലൂടെ വന്ധീകരണം ചെയ്ത പൂവൻ കോഴികളെയാണ് കാപ്പോൺ എന്ന് പറയുന്നത്. എന്താണ് കാസ്ട്രേഷൻ? വന്ധീകരണം ചെയ്യുക, അതായത് പ്രത്യുൽപാദനക്ഷമത ഇല്ലാതാക്കുക. ഇപ്പോൾ പ്രത്യുൽപാദനക്ഷമത ഇല്ലാതാക്കിയ 10 മാസത്തിന് താഴെ പ്രായമുള്ള പിടക്കോഴികളെയാണ് കാപ്പോൺ എന്ന് പറയുന്നത്. കൾ, അൺപ്രൊഡക്റ്റീവ് ഹെൻ. ഉൽപാദനക്ഷമത ഇല്ലാത്ത കോഴികളെയാണ് കൾ എന്ന് പറയുന്നത്. അവയെ നമ്മൾ ഗ്രൂപ്പിൽ നിന്നും മാറ്റണം. അപ്പോൾ കള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എലിമിനേഷൻ ഓഫ് അൺപ്രൊഡക്റ്റീവ് ഓർ അൺഡിസൈറബിൾ ബേർഡ്സ്. നമ്മുടെ ഫാം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ക്യാരക്ടേഴ്സുള്ള അല്ലെങ്കിൽ ഉൽപാദനക്ഷമത കുറഞ്ഞ ബേർഡ്സിനെ കൂട്ടത്തിൽ നിന്ന് മാറ്റുന്ന പ്രോസസ്സിനെയാണ് കള്ളിങ് എന്ന് പറയുന്നത്. ദേശി ഫൗൾ. എന്താണ് ദേശി ഫൗൾ? ഇൻഡിജീനസ് ഓർ നേറ്റീവ് ഫൗൾ. തദ്ദേശീയമായി കാണുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന പല ബ്രീഡ്സുകളെയുമാണ് നമ്മൾ ദേശി ഫൗൾ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന കോഴികളെ എന്തെന്ന് പറയും? എക്സോട്ടിക് ബ്രീഡ്സ് എന്ന് പറയും. പിന്നെ സങ്കരയിനം കോഴികളെ എന്ത് പറയും? ഹൈബ്രിഡ് ബേർഡ്സ് എന്ന് പറയും. ഹാച്ചറി, എ ബിൽഡിംഗ് വെയർ ഇൻക്യുബേറ്റേഴ്സ് ആർ കെപ്റ്റ് ഫോർ ഹാച്ചിങ് പർപ്പസസ്. ഹാച്ചറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹാച്ചറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ട വിരിയിക്കാനായി ഇൻക്യുബേറ്റർ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെയാണ് ഹാച്ചറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ഗ്രോവർ. ചിക്കൻ ഓഫ് 9 to 20 weeks of age is called ഗ്രോവർ. 9 മുതൽ 20 ആഴ്ച പ്രായമുള്ള കോഴികളെയാണ് ഗ്രോവർ എന്ന് പറയുന്നത്. ലേയർ. ചിക്കൻ ഓഫ് 20 to 72 weeks of age, അതായത് മുട്ടക്കോഴികളെയാണ് നമ്മൾ ലെയർ എന്ന് പറയുന്നത്. 20 മുതൽ 72 ആഴ്ച പ്രായമുള്ള കോഴികളെയാണ് ലെയർ എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലാസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഒഫീഷ്യൽ ഓർ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ which distinguishes various groups of birds largely on the basis of geographical regions where they were originally developed. അതായത് ഒരു കൂട്ടം
പക്ഷികൾ എവിടെയാണോ അവർ ഉത്ഭവിച്ചത് ആ ഭൂപ്രകൃതിക്കനുസരിച്ച് അവയെ തരംതിരിക്കുന്നതിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: അമേരിക്കൻ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ്, മെഡിറ്ററേനിയൻ ക്ലാസ്, ഏഷ്യാറ്റിക് ക്ലാസ് എല്ലാം ആണ്. അതായത് ഒരു പ്രത്യേക ഭൂപ്രകൃതിയിൽ കാണുന്ന പൊതുവായ സ്വഭാവങ്ങളുള്ള ഒരു കൂട്ടം പക്ഷികളെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നു. ഉദാഹരണങ്ങളാണ് അമേരിക്കൻ ക്ലാസ്സും ഇംഗ്ലീഷ് ക്ലാസ്സും ഒക്കെ. ഇനി നമ്മൾ പറയുന്നത് ബ്രീഡ്. നമുക്കറിയാം, പശുവിനൊക്കെ പറയുകയാണെങ്കിൽ ജേഴ്സി, എച്ച്.എഫ്, സുനന്ദിനി എന്നൊക്കെയുള്ള ബ്രീഡുണ്ട്. അതുപോലെ തന്നെ പൗൾട്രിയിലും ബ്രീഡുകളുണ്ട്. ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഗ്രൂപ്പ് ഓഫ് ഫൗൾസ് വിത്തിൻ എ ക്ലാസ് ഹാവിംഗ് എ കോമൺ ആൻസസ്ട്രി and possessing a distinctive shape, size and conformation which are true to the type. Example: Leghorn, Rhode Island Red, Australorp, Assil, etc. അതായത് ഒരു ക്ലാസ്സിനകത്ത് തന്നെ പൊതുവായ പൂർവികരും ഒരു പ്രത്യേക ഷേപ്പ്, സൈസ്, ആകൃതി ഇതൊക്കെയുള്ള ഒരു കൂട്ടം ബേർഡ്സിനെ പറയുന്ന പേരാണ് ബ്രീഡ്. എക്സാമ്പിൾസ് ആണ് വൈറ്റ് ലെഗോൺ, റോഡ് ഐലൻഡ് റെഡ്, ഓസ്ട്രലോർപ്പ്, അസീലൊക്കെ. നമുക്കറിയാം, കന്നുകാലികളിൽ വെള്ളയും കറുപ്പുമുള്ള പശുക്കളെ നമ്മൾ എല്ലാം ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു ബ്രീഡ് ക്യാരക്ടറാണ് അതിൻ്റെ വെള്ളയും കറുപ്പും പാറ്റേണും അതിൻ്റെ ശരീര പ്രകൃതിയും ഒക്കെ. അപ്പം അതുപോലെ തന്നെ ഒരു ക്ലാസ്സിനകത്ത് പൊതുവായ ആൻസിസ്റ്റേഴ്സ്, പൊതുവായ ഷേപ്പ്, സൈസ്, ആകൃതി ഒക്കെ ഉള്ള ഒരു കൂട്ടം ബേർഡ്സിനെ പറയുന്ന പേരാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ഇനി വെറൈറ്റി നോക്കാം. വെറൈറ്റി ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ് distinguished either by plumage color, color pattern or comb. Example: white leghorn, brown leghorn, white plymouth rock, barred plymouth rock, black minorca, etc. ഇവിടെ നമ്മൾ പറയുന്നത് ബ്രീഡിൻ്റെ ഒരു സബ് ഡിവിഷനാണ് വെറൈറ്റി. അവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൂവലിൻ്റെ നിറവ്യത്യാസമാവാം, കളർ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ വ്യത്യാസം, തൂവലിൻ്റെ കളർ പാറ്റേണിലുള്ള വ്യത്യാസമാവാം, കോമ്പിൻ്റെ വ്യത്യാസം ആവാം. ഇപ്പം ലെഗോൺ എന്ന് പറയുമ്പോൾ അത് വെള്ള തൂവലുള്ളതാകാം, ബ്രൗൺ കളർ തൂവലുള്ളതാവാം. പ്ലിമത്ത് റോക്ക് എന്ന് പറയുമ്പോൾ അത് വെളുത്ത തൂവലുള്ളതാവാം, അല്ലെങ്കിൽ ബാർഡ് പ്ലിമത്ത് റോക്ക്, അതായത് ഒരു 2 കളറുകൾ ബാറിങ് പോലെ വരുന്ന തൂവലുകളുള്ളതാവാം. മിനോർക്ക, ബ്ലാക്ക് മിനോർക്ക ആവാം. അപ്പം ഇതെല്ലാം ഒരു ബ്രീഡിനകത്തുള്ള വെറൈറ്റീസ് ആണ്. ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഭൂപ്രകൃതിയിൽ കാണുന്ന പൊതുവായ സ്വഭാവമുള്ള ഒരു കൂട്ടം ബേർഡ്സിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിനകത്ത് ചില ഗ്രൂപ്പുകൾക്ക് പൊതുവായ ആൻസിസ്റ്റേഴ്സും ഷേപ്പും സൈസും കൺഫർമേഷനും ഉണ്ടാവും. അവയെ നമ്മൾ ബ്രീഡ് എന്ന് പറയുന്നു. ആ ബ്രീഡിനുള്ളിൽ ചില കളർ പാറ്റേണിലെ വ്യത്യാസങ്ങൾ, കോമ്പിൻ്റെ വ്യത്യാസം ഒക്കെ ഉള്ളവയെ നമ്മൾ വെറൈറ്റി എന്ന് പറയുന്നു. ഇനി സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബ്രീഡിൽ അല്ലെങ്കിൽ വെറൈറ്റിക്ക് പല സ്ട്രെയിനുകളുണ്ടാവും. അവയ്ക്ക് പുറമെ കാണാൻ ഒരേപോലെ ആയിരിക്കും, പക്ഷേ അവരുടെ ഉൽപാദന ക്ഷമത വ്യത്യാസമായിരിക്കും. അവയുടെ ബ്രീഡിംഗ് ഹിസ്റ്ററി അനുസരിച്ച് അത് വ്യത്യാസം വരാം. നമുക്കാവശ്യമുള്ള, അതായത് സാമ്പത്തിക നേട്ടം തരുന്ന ഒരു സ്ട്രെയിനിനെ നമ്മൾ വികസിപ്പിക്കാൻ വേണ്ടി
അടുത്ത് ബന്ധമുള്ള ബേർഡ്സിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ ഓരോ സ്ട്രെയിനിനും ഏത് ബ്രീഡറാണോ ബ്രീഡ് ചെയ്യിച്ചത് ആ ബ്രീഡറിൻ്റെ പേരായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എ ബ്രീഡ് ഓർ എ വെറൈറ്റി may have several strains and may be phenotypically alike but often differ on their production performance depending upon the breeding history. A strain is the name given by a breeder who has done breeding on the birds and introduced certain economic characters in the birds. Example, Babcock, Bowens, ഇതൊക്കെ ലെയർ സ്ട്രെയിനുകളാണ്. അതായത് മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ ജീനിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യിക്കുന്നതിനായിട്ട് ഇൻബ്രീഡിങ് നടത്തി എടുത്തതിനെയാണ് നമ്മൾ ലെയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സാമ്പിളാണ് ബാബ്കോക്ക്, ബോവൻസ് പോലുള്ളത്. ബ്രോയിലർ സ്ട്രെയിൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കോബ്, ഹബ്ബാർഡ്, റോസ്, ഇതൊക്കെ നമ്മൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് സയൻറ്റിഫിക് നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പൗൾട്രി നോക്കാം. നമുക്ക് പഠിക്കാനുള്ള പൗൾട്രി സ്പീഷീസിൽ ചില സ്പീഷീസിൻ്റെ ശാസ്ത്രീയ നാമം. ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 2 പാർട്ടുണ്ടാവും സയൻറ്റിഫിക് നെയിമിന്. ആദ്യത്തത് ജനറിക് നെയിമും രണ്ടാമത്തത് സ്പീഷീസ് നെയിമും. ചിലതിൽ സബ് സ്പീഷീസും കൂടെ കാണാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ജനറിക് നെയിമും സ്പീഷീസ് നെയിമും സബ് സ്പീഷീസ് നെയിമും നമ്മൾ ഓരോ വാക്കുകളായിട്ട്, അതായത് 3 വാക്കുകളായിട്ട് എഴുതണം. 3നും പ്രത്യേകം അടിവരയിടുകയും വേണം. അപ്പോൾ ഓരോ വേർഡിനും അണ്ടർലൈൻ ചെയ്യണം. ജനറിക് നെയിം, അതായത് ഫസ്റ്റ് വേർഡ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കത് ഇറ്റലൈസ് ചെയ്ത് എഴുതാം. ഇപ്പോൾ കോഴിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗാലസ്, ഗാലസ് ഡൊമസ്റ്റിക്കസ്, GALLUS, GALUS, DOMESTICUS ആണ്. അപ്പോൾ ഗാലസ്, ഗാലസ് ഡൊമസ്റ്റിക്കസ്. രണ്ടാമത്തെ സ്പീഷീസ് ഡക്ക്, താറാവ്, അനസ് പ്ലാറ്റി റിംഗോസ്, ANAS PLATYRRHYNCHOS. ടർക്കി മീലിയാഗ്രിസ് ഗാലപ്പാവോ, MELEAGRIS GALLOPAVO. ജാപ്പനീസ് ക്വെയിൽ കോട്ടോണിക്സ്, കോട്ടോണിക്സ് ജപ്പോണിക്ക, COTURNIX, COTURNIX JAPONICA. അപ്പോൾ ചിക്കൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഗാലസ്, ഗാലസ് ഡൊമസ്റ്റിക്കസ്. ഡക്ക് അനസ് പ്ലാറ്റിറിംഗോസ്, ടർക്കി മീലിയാഗ്രിസ് ഗാലോപ്പാവോ, ജാപ്പനീസ് ക്വെയിൽ കോട്ടോണിക്സ്, കോട്ടോർണിക്സ് ജപ്പോണിക്ക. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സ്മോൾ സ്കെയിൽ പൗൾട്രി ഫാർമർ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ പൗൾട്രി ഫാം ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. അതായത് ഒരു പൗൾട്രി ഫാമിൻ്റെ സൈസ് അനുസരിച്ച് 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണത്? സ്മോൾ സ്കെയിൽ പൗൾട്രി ഹോൾഡേഴ്സ്, മീഡിയം സ്കെയിൽ പൗൾട്രി ഹോൾഡേഴ്സ്, ലാർജ് സ്കെയിൽ പൗൾട്രി ഹോൾഡേഴ്സ്. അപ്പോൾ എന്താണ് സ്മോൾ സ്കെയിൽ പൗൾട്രി ഫാമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 300 മുതൽ 3000 ബേർഡ്സിനെ വരെ വളർത്തുന്നവരെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ പൗൾട്രി ഫാമേഴ്സ് എന്ന് പറയുന്നത്. മീഡിയം സ്കെയിൽ പൗൾട്രി ഫാമേഴ്സ് എന്ന് പറഞ്ഞാലോ 10,000 മുതൽ 50,000 ബേർഡ്സിനെ വരെ വളർത്തുന്നവരെ മീഡിയം സ്കെയിൽ പൗൾട്രി ഫാമേഴ്സ് എന്ന് പറയും. 50,000 മുതൽ 4 ലക്ഷം ബേർഡ്സിനെ വരെ വളർത്തുന്നവരെ നമ്മൾ ലാർജ് സ്കെയിൽ പൗൾട്രി ഹോൾഡേഴ്സ് എന്ന് പറയും.
അപ്പോൾ സ്മോൾ സ്കെയിൽ പൗൾട്രി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 300 to 3000 ബേർഡ്സ് ഉണ്ടാവും. മീഡിയം സ്കെയിൽ പൗൾട്രി ഫാമേഴ്സ് ആണെങ്കിൽ 10,000 to 50,000 ബേർഡ്സ്. ലാർജ് സ്കെയിൽ പൗൾട്രി ഫാമേഴ്സ് ആണെങ്കിൽ 50,000 to 4 lakh ബേർഡ്സ്. ആക്ടിവിറ്റി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കോമൺ ടേംസ് യൂസ്ഡ് ഫോർ ദ യങ് വൺ ഓഫ് ഗൂസ്, സ്വാൻ, പീജിയൻ. ഗൂസിൻ്റെയും സ്വാനിൻ്റെയും പീജിയൻ്റെയും യങ് വണ്ണിനെ പറയുന്ന ടേം എന്താണെന്ന് കണ്ടുപിടിക്കുക. അഡൾട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗൂസ് ആൻഡ് ഗിനി ഫൗൾ. ഗൂസിൻ്റെയും ഗിനി ഫൗളിൻ്റെയും അഡൾട്ട് മെയിലിനെയും ഫീമെയിലിനെയും പറയുന്ന പേര് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻസ്. Fill in the blanks. Gallus gallus domesticus is commonly called as. Gallus gallus domesticus എന്നും പൊതുവായി പറയുന്നത് ഡാഷിനെ ആണ്. 9 to 20 week aged chicken is called. 9 മുതൽ 20 ആഴ്ച പ്രായമുള്ള കോഴിയെ പറയുന്ന പേര് ഡാഷ്. ഡിഫൈൻ കോക്ക്. കോക്ക് എന്താണെന്ന് നിർവചിക്കുക.